ഹലോ, ഞാനിന്ന് കാണിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പുരികെഴുതാനും അതേപോലെ തന്നെ കണ്ണെഴുതാനുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും ഞാനത് എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഐബ്രോ പെൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലെടുത്ത് പറഞ്ഞ കാര്യം, നമുക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, തുടച്ചാലൊന്നും പോവില്ല. അപ്പോൾ എൻ്റെ പുരികത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഇതിൽ ത്രെഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ത്രെഡ് ചെയ്യാണ്ടാണ് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നുന്നു. ഒരു 1-2 ആൾക്കാർ പറഞ്ഞിട്ടായിരുന്നു. ഞാനതിൽ ബ്രൗൺ കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു, ഈ ബ്രൗണൊക്കെ ഒന്നുകൂടെ എടുത്തറിയുന്നുണ്ടെന്ന് ആ ഒരു വീഡിയോയിൽ. ആ ഒരു ലൈറ്റിങ്ങിൻ്റെ കാര്യം കുറച്ചും കൂടെ എടുത്തറിയുന്നുണ്ട്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്രയും ഇല്ലെങ്കിലും എന്നാലൊരു ബ്രൗൺ കളർ ഉണ്ട്, ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം അത് തീർന്ന സമയത്ത് ആ ഒരു ചാമേഴ്സി മിലാനോൻ്റെ തീർന്ന സമയത്ത് ഞാൻ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നിട്ടുള്ളത് ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഒരു ഐബ്രോ ഒരു പാലറ്റാണ് കേട്ടോ. അതിൽ ബ്ലാക്ക് കളർ, ബ്രൗൺ കളർ, അതേപോലെ തന്നെ നമുക്ക് എഴുതാനുള്ള വാക്സ്, പിന്നെ പുരികം നമുക്ക് ത്രെഡ് ആണെങ്കിലുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതുണ്ട്. ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, നല്ലൊരു നാച്ചുറൽ ലുക്ക് ഉണ്ട്. പക്ഷേ നമ്മളൊരു തട്ടിക്കഴിഞ്ഞാൽ അത് പോകുന്നുണ്ട് കേട്ടോ. വാക്സ് ഉണ്ടെങ്കിൽ കൂടി തട്ടിക്കഴിഞ്ഞാൽ അത് പോകുന്നതായിട്ടെങ്കിൽ തോന്നുന്നുണ്ട്. എന്നാലും ഭയങ്കര ഭംഗി എനിക്ക് ഇതാണ് കുറച്ചും കൂടി തോന്നുന്നത്. പക്ഷേ ലാസ്റ്റ് ആണെങ്കിൽ ചാമേഴ്സിൻ്റെ പെന്നാണ്. അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ആ ഒരു എന്തായിരുന്നു, മിസ് ക്ലെയറിൻ്റെ ആ ഒരു പാലറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം മേടിക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആമസോണിൽ ഡിസംബർ 12 മുതൽ 17 വരെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ലൈവാണ് കേട്ടോ. അപ്പോൾ മിനിമം 40% ടോപ്പ് ബ്രാൻഡ്സിലൊക്കെ ഓഫേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ നിങ്ങൾക്കൊക്കെ ഐലൈനർ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം. അതാണ് നമ്മുടെ ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു നമ്മുടെ ഐലൈനർ പെന്ന് പറയുന്ന സംഭവം കേട്ടോ. ഇത് എഴുതാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ നമ്മൾ സാധാ ഐലൈനർ ആകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ബ്രഷ് ആ ഒരു ടിപ്പ് ചെയ്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ സ്ഥിരമായിട്ട് എഴുതുന്നവർക്ക് ഓക്കെയാണ്, ഈസിയായിട്ട് ഐലൈനർ എഴുതാം. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഐലൈനർ എഴുതാൻ മിക്കവാറും ചിലർക്ക് കുറേ വർഷങ്ങളായിട്ട് എഴുതുമ്പോഴും അത്ര പെർഫെക്ഷൻ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു എന്താ പറയുക, ഒരു ഐലൈനർ പെന്നാണിത് കേട്ടോ. അതേപോലെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് പോവില്ല. അടിപൊളി സംഭവമാണ്, ഈസിയാണ്. പിന്നെ നമ്മൾ വിങ്ങൊക്കെ ഇട്ട് വാലിട്ടൊക്കെ എഴുതാനാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റായിട്ട് ഐലൈനർ എഴുതണമെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇതിൻ്റെ ടിപ്പാണെങ്കിൽ കണ്ടോ, നല്ല ഷാർപ്പും കാര്യങ്ങളൊക്കെയാണ്, സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എഴുതി നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ടൊരു കണ്ണിൽ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഫേസസ് കാനഡേൻ്റെ കാജലാണ്. ഞാൻ മിക്കവാറും കുറേ കാജൽ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫേസസ് കാനഡേൻ്റെ ഇതുണ്ട്, അല്ലാണ്ട് വേറൊരു ബ്ലാക്ക് ആ ഒരു ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ LITൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ലാക്മേ, അങ്ങനെ മിക്കവാറും കുറേ എണ്ണത്തിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടോ, മെബലൈൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൽമണ്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് പറയുന്നുണ്ട്. പക്ഷേ നല്ല ഡീപ്പ് ബ്ലാക്ക് കാജലാണ്. അതേപോലെ തന്നെ സ്മച്ച് പ്രൂഫാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്. കണ്ണിലിട്ട് കഴിഞ്ഞാൽ പരന്ന് പോകുന്ന പ്രശ്നമൊന്നുമില്ല. പണ്ടുള്ള നമ്മളെ മിക്കവാറും പ്രശ്നമാണ് കണ്ണെഴുതിയിട്ട് എന്തെങ്കിലും ഒന്ന് കാരണം വെച്ചാൽ തിരുമ്മിക്കഴിയുക, അല്ലെങ്കിൽ ഒന്ന് നമ്മളിങ്ങനെ കൂട്ടി ചിമ്മിക്കഴിഞ്ഞാൽ ചുറ്റും ഇങ്ങനെ ആകും. മേലെ ആവില്ലെങ്കിൽ നമ്മുടെ താഴത്തെ സൈഡിൽ കൂടെയൊക്കെ നന്നായിട്ട് ആവാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാജലൊക്കെ മിക്കവാറും വാട്ടർ പ്രൂഫും അതേപോലെ തന്നെ സ്മച്ച് പ്രൂഫൊക്കെ ആയതുകൊണ്ട് നമുക്ക് എഴുതി കഴിഞ്ഞാൽ കണ്ണെപ്പോഴും നല്ല ഭംഗിയിലിരിക്കും കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതുണ്ടോ, ഇത് ഈ ഒരു കാജൽ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് ആയിട്ടിരിക്കും. നല്ല കാജൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഞാനിതിൻ്റെ ഒരുപാട് പ്രാവശ്യം, എനിക്കൊരു 5-8 എണ്ണമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. ഒക്കെ ഒരു 100 സംതിങ് ആ ഒരു റേഞ്ചില്ല, 112, 118, 120 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫേസസ് കാനഡേൻ്റെ ഒരു ബ്ലൂ കളറിലുള്ള കാജലാണ്. ഞാൻ ബ്ലൂ കളറുള്ള ഐലൈനറൊക്കെ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാജൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഒന്ന് മേടിച്ച് നോക്കിയതാണ്. നമ്മൾ കാണുമ്പോൾ ഒരു ബ്ലൂ തോന്നില്ല, പക്ഷേ അത്രയും ബ്ലൂ നമ്മൾ കയ്യിൽ വരയ്ക്കുമ്പോൾ കേട്ടോ. പക്ഷേ കണ്ണിലെഴുതുമ്പോൾ എന്താണെന്നറിയില്ല, അത്രയും നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അറിയുന്നില്ല. ചിലർക്ക് ഇങ്ങനെ ഒരുപാട് നീല കാണുന്ന ഇഷ്ടം ഉണ്ടാവില്ല. കണ്ടോ, ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ചോട്ടിൽ ചെയ്തിട്ടാണെന്ന് അറിയില്ല. നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കാജലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് അത്ര ക്രീമി അല്ല. കുറച്ചും കൂടെ നമ്മൾ ഒന്ന് അമർത്തി വരുത്തിയാലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വരുന്നത്. ഇപ്പോൾ കാജലൊക്കെ ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് അത്ര ഈസി അല്ല, കുറച്ച് ടൈം എടുത്തിട്ട് അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഴുതുമ്പോഴുള്ള ആ ഒരു ഇത് കണ്ടാലേ അറിയാം. പക്ഷേ നല്ലതാണ് കേട്ടോ. ഒന്ന് ഇതിൽ പറയുന്നില്ല, എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ആ ഒരു ടിപ്പിൽ കാണുന്ന ആ ബ്ലൂ കളറിലെ
ആ ഒരു ഷെയ്ഡ് കിട്ടുന്നില്ല. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടിയിലൂടെ നിന്ന് കാണിച്ചെന്ന് മാത്രം കേട്ടോ. ഡെയിലി പോകുമ്പോൾ മിക്കവാറും ഞാൻ ആ താഴത്തെ ഒരു നമ്മുടെ വാട്ടർ മാർക്ക് ഉണ്ടാവില്ലേ, വാട്ടർ മാർക്ക് ഹോട്ടലിനോ, അതിൽ എഴുതിയിട്ടൊരു ഐലൈനർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ഓരോ പ്രൊഡക്റ്റും കാണിക്കാൻ വേണ്ടി എടുത്താണ്. പിന്നെ ഇത് വന്നിട്ട് മെബ്ലൈൻ ന്യൂയോർക്കിൻ്റെ നമ്മളെ കൺമഷി മോഡൽ വരുന്ന ഒരു എന്താ പറയുക, ഇതിന് കാജലിൻ്റെ ഒരു കൺമഷി തന്നെ കേട്ടോ. അതിൽ നമുക്കൊരു ബ്രഷും കൂടെ കിട്ടും. അപ്പോൾ അതിൻ്റെ ബ്രഷ് തന്നെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് കുറച്ച് റേറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് കുറേ ഞാൻ യൂസ് ചെയ്തിട്ട് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പായ കൊണ്ടാണെന്ന് അറിയില്ല, പ്രൊഡക്റ്റ് ഒന്നും കൂടെ ഉറച്ച് ഹാർഡായിട്ടുണ്ട്. മേടിക്കുന്ന സമയത്ത് ഇത്രയും ടഫ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിപ്പം സ്മോക്കേസ്, ഇപ്പോൾ സ്മോക്കേസൊക്കെ ഫാഷൻ ഉണ്ടോ, പണ്ടിടയ്ക്ക് ഒരു 4-5-6 വർഷം മുന്നേക്ക് ഭയങ്കര ഇതായിരുന്നു ആ ഒരു നമ്മൾ സ്മോക്കേസൊക്കെ. ഇപ്പോഴാണെങ്കിലും ഈ ഒരു സ്മോക്കേസ് ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ നല്ലതാണ്. നമ്മളെ മറ്റേ ആ ഒരു സ്റ്റിക്കി കാജലുണ്ടല്ലോ, അതിനെക്കാട്ടും കുറച്ചും കൂടെ ഇങ്ങനത്തെയാണ് ബ്രഷ് ടൈപ്പിൽ വരുന്നത്. നമുക്ക് സ്മച്ച് ചെയ്ത് കൊടുത്താൽ ഈസിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വരച്ചു കൊടുക്കാം. ഉള്ളിൽ എഴുതാൻ അത്ര ഇതായിരിക്കില്ല, ആ ഒരു ബ്രഷും കൂടെ വരുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുറത്ത് എഴുതാനാണ് ഇത് കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ളത്. പിന്നെ ഒരു മെബലൈൻ്റെ തന്നെ ഒരു കൊളോസൽ കാജലാണ്. ഇത് ഞാൻ കുറേ മുൻപ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇങ്ങനത്തെ ഒരു യെല്ലോ ഇതിലാണ് വരുന്നത്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നല്ല ഡീപ്പ് ബ്ലാക്ക് കളറാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, തിരുമ്മിയാലും അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ കണ്ണിലിരിക്കും, നല്ല കാജലാണ്. ഇതിനും അങ്ങനെ ഒരുപാട് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മേലത്തെ ആ ഒരു ഉള്ളിലെ കൂടെ എഴുതുകയാണെങ്കിൽ ഒന്നും കൂടെ ഡാർക്കായിട്ടിരിക്കും കേട്ടോ കണ്ണ്. അപ്പോൾ നമ്മൾ പുതിയ എഴുതിയ കണ്ണ് പുതിയല്ല, ഇപ്പോൾ എഴുതിയത് കുറച്ചും കൂടെ നാച്ചുറൽ ലുക്കാണ്, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആദ്യത്താണെങ്കിൽ കുറച്ചും കൂടി ഹെവി, രണ്ടാണെങ്കിലും ഭംഗിയിട്ടല്ലേ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് ഈ ഒരു പ്ലമ്മിൻ്റെ. ഇത് ഞാൻ അങ്ങനെ ഒരുപാട് പ്രാവശ്യം മേടിച്ചിട്ടില്ല, ഈ ഒറ്റൊന്നോ അല്ലെങ്കിൽ 2 ഞാൻ മേടിച്ചുള്ളൂ, മാക്സിമം 2 മേടിച്ചുള്ളൂ. ഇതുണ്ടല്ലോ കുറച്ച് റേറ്റ് കൂടുതൽ, 400 സംതിങ് വരുന്നുണ്ട്. നമുക്ക് 400ക്ക് വേണമെങ്കിൽ മറ്റേ ഈ ഒരു നമ്മുടെ ലാക്മേൻ്റെയോ അല്ലെങ്കിൽ ഫേസസ് കാനഡൻ്റെ മെബലൈൻ്റെ ഒക്കെ ആണെങ്കിൽ 3 കാജൽ കിട്ടും. അപ്പോൾ അതാണ് ലാഭം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ പ്രൊഡക്റ്റ് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്, നമുക്കിങ്ങനെ ഇതാക്കണമല്ലോ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് മറ്റേ കാജലിനാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അത് മേടിച്ചിട്ടില്ല. നല്ല ബ്ലാക്ക് കളറും ലാസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ്, പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ടും പിന്നെ കുറേ പ്രൊഡക്റ്റ് വേസ്റ്റ് ആവണത് കൊണ്ടും അതങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാനിപ്പോൾ കാണിച്ചത് ഞാൻ ആ ഒരു ഫേസസ് കാനഡൻ്റെ ഐലൈനർ ഇതാണ് കേട്ടോ. ഞാനപ്പോൾ ഈ എഴുതുന്ന സമയത്ത് കണ്ണാടി നോക്കി ഇങ്ങനെ കുഞ്ഞിരുന്ന സമയത്ത് കണ്ടില്ല, അതാണ് പറ്റിപ്പോയത്. അപ്പോൾ ഞാനതാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ മേലെ എന്താ വെച്ചാൽ 2 കണ്ണും ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് എഴുതിയുള്ളൂ കേട്ടോ. ഞാൻ ഓരോ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ 2 കണ്ണിനും ഒരേ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബ്ലൂ കാജലും കൂടെ അടിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരേപോലൊരു ബാലൻസ് ആയിട്ട് ഭംഗി ഉണ്ടാവുമല്ലോ. നമ്മൾ ആദ്യം എഴുതിയതിനെക്കാട്ടും രണ്ടും നല്ലതാണ്. ഇങ്ങനെ ആക്കിയപ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നില്ലേ കണ്ണ്. ചിലർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് എഴുതണമെന്നും ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ എനിക്ക് കണ്ണെഴുതണ പൊതുവെ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഞാൻ എപ്പോഴും എഴുതുമായിരുന്നു, ഇപ്പം പിന്നെ ഒരു കണ്ണെഴുതലൊക്കെ ഇത്തിരി കുറവാണ്. അല്ലെ ഞാൻ കണ്ണൊന്നും ഏതാണ്ട് പുറത്തിറങ്ങാത്തതാണ്. യൂസ് ചെയ്യുന്നത് നമ്മുടെ മസ്കാരയാണ് കേട്ടോ. കണ്ണിനെ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഒന്നും കൂടെ കണ്ണിൻ്റെ വലിപ്പം തോന്നാനായിട്ടും ഒരു കുറച്ചും കൂടെ ഒരു ഭംഗി കൂട്ടാനായിട്ട് മസ്കാര ഇട്ടെടുത്താൽ നല്ലതായിരിക്കും. കാരണം നമ്മുടെ ലാഷസ് ഒക്കെ ആണെങ്കിൽ നല്ല കേളായിട്ടിരിക്കും. ഇത് ഫേസസ് കാനഡേൻ്റെ മാഗ്നറ്റൈസ് കാജലാണ് കേട്ടോ. ഇത് വോളിയമൈസിങ് കാജലാണ്, മസ്കാരയാണ്. അതായത് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു തിക്നെസ് ഒക്കെ കൂട്ടി കാണിക്കാനായിട്ടും കണ്ണ് നല്ല ഭംഗിയിലിരിക്കാനായിട്ട്. ഇതേപോലെ തന്നെ നമ്മുടെ മെബലൈൻ്റെ ആണ് ഹൈപ്പർ കേൾ മസ്കാര ഉണ്ട്, അതും വളരെ നല്ലതാണ്. ഞാനിതിന് മുൻപ് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നല്ലതാണ്, നല്ല നമ്മളെ കൺപിയിലേക്ക് നല്ല വളഞ്ഞ് നല്ല വലുപ്പത്തിലിരിക്കും. പിന്നെ അതേപോലെ തന്നെ താഴത്തേലും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. മിക്കവാറും ഞാൻ മേലെ എഴുതിയിട്ട് നിർത്താറാണ് പതിവ്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ താഴെ എഴുതിയാലും ഭംഗി തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ആ ഒരു മിസ് ക്ലെയറിൻ്റെ ഐബ്രോ കേക്ക് ആ ഒരു കിറ്റാണിത് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ, നമുക്ക് ആ ഒരു 2 കളർ വരുന്നുണ്ട്, വാക്സ് വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനുള്ള സംഭവം തോന്നുന്നു. പിന്നെ നമുക്ക് എഴുതാനുള്ള ബ്രഷ്, അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രഷ് അതായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ പക്ഷേ എഴുതിയത് വേറെ ഒരു ബ്രഷ് എടുത്തിട്ടാണ്. ഇതാണ് നമ്മുടെ ചാമസി മിലാനോൻ്റെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ഐബ്രോ പെൻസിലിൻ്റെ കാര്യം, അതാണ്. ഇതിൽ ഞാനൊരു സ്ട്രോക്ക് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പൗഡർ ഫോമിലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഫില്ല് ചെയ്യുന്നത്, പക്ഷേ ഇത് നമ്മളിങ്ങനെ സ്ട്രോക്കായിട്ടാണ് ഇതിൽ കിട്ടുക. പക്ഷേ പുരുകത്തിൽ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് കൂടുതൽ സ്ട്രോക്ക് വരയ്ക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ ഒരു ഫില്ല് ഇതുപോലെ എനിക്ക് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പുരുകത്തിൽ ചെയ്ത് വെക്കുന്ന സമയത്ത്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതും കുറച്ചും കൂടെ
ഭയങ്കര ക്രീമി അല്ല, തിക്കായിട്ടുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് മാഞ്ഞൊന്നും അങ്ങനെ പോകുന്നില്ല. പിന്നെ കണ്ടു ഇത് കുറച്ച് നമ്മൾ ഹാർഡായിട്ട് ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ഞാൻ ആദ്യം എഴുതിയ സമയത്ത് ഒരു കഷ്ണം പൊട്ടിപ്പോയിട്ട് വന്നു, കാരണം കുറച്ച് ബലം പിടിച്ചത് കൊണ്ട് തന്നെ. പിന്നെ അതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ബാക്കിലായിട്ട് നമുക്കൊരു ബ്രഷ് പോലത്തെ പുരി ഇങ്ങനെ ചീവി വെക്കാനുള്ളൊരു സംഭവം പോലെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ മിസ് ക്ലെയറിൻ്റെ ഞാൻ മുൻപേ ഉള്ള സംഭവമാണ്, ഒരു ഐബ്രോ പെൻസിലാണ്. ഇതിനും കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ കളറാണ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട അത്രയും എന്താ പറയുക ഭയങ്കര ഹാർഡല്ല, കുറച്ചും കൂടെ ഒരു ക്രീമി ഇതിലൊക്കെയാണ് വരുന്നത്. ഇതേപോലെ ബ്രഷ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പുരകം നമുക്കിങ്ങനെ ചീവി കൊടുത്തിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയിരിക്കും. അപ്പം നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടാറ്റ.